തെവെനിൻ തിയറം വെച്ച് ഉള്ള പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടാവും. 5 ഓമിലൂടെയുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നവംബർ 23 കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാം അവിടെ നിശ്ചയിച്ചു. 48 വോൾട്ട് നിശ്ചയിച്ചു. 12 ഓം, 4 ഓം, 8 ഓം അവിടെ ഓപ്പൺ ആയി. ഇനി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തത്. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നാൽ 2 ടെർമിനൽസ് 48ന്റെ മുകളിലും താഴെയായിട്ട് രണ്ട് വര കാണില്ലേ, 2 ടെർമിനൽസ് അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിന് സീരീസ് ആയിട്ട് റെസിസ്റ്റർ തെവെനിൻ റെസിസ്റ്റൻസ് കൊണ്ടുവന്നുള്ളതാണ്. ഈ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ 8 ഓമിലൂടെ പിന്നെ കറണ്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? 4 ഓമിലൂടെയുള്ള വോൾട്ടേജ് മാത്രം കണ്ടാൽ മതി. അപ്പോൾ 48 ഡിവൈഡ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 48 ഡിവൈഡ് ബൈ 12 + 4 ചെയ്താൽ കറണ്ട് കിട്ടും. ആ കറണ്ടിനെ 4 ഓം കൊണ്ട് ഗുണിച്ചാൽ വോൾട്ടേജ് കിട്ടും. അതാണ് തെവെനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞത്. 48 ഡിവൈഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ഓമും 3 ആംപിയറും. തെവെനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3 × 4 12 വോൾട്ടുമാണ്. ഇനി ആ വോൾട്ടേജ് സോഴ്സ് ആണ് അവിടെ ഉള്ളത്, അത് റിമൂവ് ചെയ്യുക. അത് ബൈ ഷോർട്ട് ചെയ്തു. എന്നിട്ട് RTHൻ്റെ നേരക്ക് ഒരു ആരോ ചിഹ്നം കാണിച്ചിട്ട് അതുവഴി നോക്കുക. അപ്പോൾ RTH കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 12 4-ന് പാരലലാണ്. 12 × 4 ഡിവൈഡ് ബൈ 12 + 4 48 ഡിവൈഡ് ബൈ 16 വരും. പ്ലസ് 8 ഓം സീരീസും. ഇപ്പോൾ 3 + 8 11 ഓം വരും. നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു? RTHും കണ്ടുപിടിച്ചു, തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു, തെവെനിൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് തെവെനിൻ ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. തെവെനിൻ വോൾട്ടേജ് 12 വോൾട്ട്, അതിന് സീരീസ് ആയിട്ട് 11 ഓം വരയ്ക്കുക തന്നെ വേണം. സ്റ്റെപ്പ് 4 തെവെനിൻ ഈക്വലന്റ് വരയ്ക്കുക തന്നെ വേണം. അഞ്ചാമതായിട്ട് അവിടെ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത റെസിസ്റ്റർ റീപ്ലേസ് അവിടെ വെക്കണം. അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 11 + 5 16 ഓമാണ്. അപ്പോൾ 5 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അക്കോർഡിംഗ് ടു ഓംസ് ലോ 11 + 5 16ഉം 12 വോൾട്ട് ഡിവൈഡഡ് ബൈ 16 ഓം ചെയ്താൽ 12 ഡിവൈഡ് ബൈ 16 3/4 ആംപിയർ കറണ്ടും കിട്ടും. ഇതാണ് തെവെനിൻ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.